ചോദിച്ച ആളാ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. അവന്റെ സ്ഥാനത്ത് ഞാനാണേലും ഇങ്ങനെയൊക്കെ ചെയ്യൂ. അവനെ കാണുമ്പോ എനിക്ക് നിന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ കോളേജ് കാലം ഞാനും മൈഥിലിയും രവിയും ഒറ്റക്കെട്ടായിരുന്നു. എന്തിനും ഏതിനും ചാടി പുറപ്പെടാൻ രവി ആദ്യം ഉണ്ടാവും. ആ മുതലിനില്ലാത്തൊന്നുണ്ട് എന്റെ അച്ഛന്, ശകലം ബോധം. ഒരുപാട് ബോധമുള്ള ഒരുത്തി. അധികമൊന്നും ഇല്ലെങ്കിലും കുറച്ച്. അന്നും ഇന്നും മാറ്റമില്ലാത്തൊരു സാധനമുണ്ട്. ദേ ആ നിക്കണത് കണ്ടില്ലേ, വലിച്ചു കെട്ടണത്. അല്ല, എന്താണ് കയ്യിൽ ഒരു ചെക്കൊക്കെ? നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുമോ? പിന്നെ പൂജ്യം കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ സാറേ. ഇത് വെസ്റ്റ്ലാൻഡിൽ നിന്ന് കിട്ടിയൊരു ട്രാൻസ്ലേഷൻ ഫീയാ. മൈഥിലി സ്വാമിനാഥന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ. നടക്കട്ടെ നടക്കട്ടെ. നിനക്ക് ഇത്തവണ തന്നെ ചെയർമാൻ ആവണമെന്നുണ്ടോ? അടുത്ത പ്രാവശ്യം ആയാ പോരെ? അടുത്തവണ കോളേജിൽ ഇല്ലേ, പിന്നെ എന്തുകൊണ്ട് ചെയർമാൻ? അപ്പൊ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, വട്ടമേശ സമ്മേളനം വിളിക്കുക. ഇയാളെന്താ ഉദ്ദേശിക്കുന്നത്? മനോജിനെയും കൂട്ടരെയും വിളിച്ച് ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കോംപ്രമൈസ് ആക്കുക. ഇപ്രാവശ്യം ചെയർമാൻ സ്ഥാനം വിട്ടുകൊടുക്കാന്ന് പറയാം. മനോജ് പറഞ്ഞ പ്രേമം കേൾക്കും. ആ വെള്ളം മാറ്റി വെച്ചേക്ക്, അവൻ നടപടി വന്ന കേസൊന്നുമല്ല. ഇത് ഞാൻ സമ്മതിക്കില്ലേ, ഉറപ്പായിട്ടും സമ്മതിക്കില്ല. എന്നാ പിന്നെ 2 കൂടി ഇരുന്നിട്ട് 5 കോടി ഉറുപ്പ്യ അങ്ങുണ്ടായി. വേറെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവോ? പെരുവഴിയുണ്ട്. എടാ അളേ, ഇപ്രേസേക്ക് നിനക്കൊന്ന് മാറിക്കൂടെ? ഞാൻ വേണം കാല് പിടിക്കാറാ. കുഞ്ഞു ഉളുപ്പുണ്ടോടാ നാറികളെ നിങ്ങൾക്കൊക്കെ? എന്റെ വക്കാലത്ത് വേണം പോലും. എന്റെ നല്ല ദൈവം തമ്പുരാന്റെ വക്കാലത്ത് വന്നാലും തീരുമാനിച്ച കാര്യത്തിൽ നിന്ന് അടി പിന്നോട്ടെടുക്കണമെങ്കിലേ പ്രേമേട്ടൻ വേറെ ജനിക്കണം. മനോജേ, നീ ഒന്നടങ്ങ്. നമ്മളിവിടെ തല്ലുകൂടാനല്ലോ വന്നിരിക്കുന്നത്. ഇതൊരു കോംപ്രമൈസ് ടോക്ക് അല്ലേ? ഡോഡോടോ നായരെ, താനീ പൊട്ടന്മാരെ പറഞ്ഞ് പറ്റിക്കാന്ന് കരുതി ഞങ്ങളെ അങ്ങനെയാ കണ്ടേക്കുന്നേ? പിന്നെ യൂണിയൻ വിട്ടുതരുന്ന കേസ്, അതിപ്പോ നിന്റെ ഉണക്ക കാൻഡിഡേറ്റ്സിനെ വെച്ച് എത്ര മത്സരിച്ചാലും ഞങ്ങള് ചുളൂരിങ്ങ് ജയിച്ചു പോരും കേട്ടാ. അതുകൊണ്ട് അതിന് നിന്റെ ഔദാര്യം ഒന്നും വേണ്ട കേട്ടോടാ, ഭാഗ്യമില്ലാത്ത ചെയർമാന്. വാടാ അവന്റെ കോംപ്രമൈസ് ടോക്ക്. അതെ, അടവുകൾ ഒന്നൊന്നായി പൊളിഞ്ഞ സ്ഥിതിക്ക് അവസാനമായിട്ടൊരു പൂഴിക്കടകം മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ഒരു പെർഫെക്റ്റ് ഐഡിയ.